ചെങ്ങന്നൂർ കുട്ടിക്കാട്ടുപടി ഇടനാട് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന റോഡിന് എന്ന് ശാപമോക്ഷം ലഭിക്കുമെന്ന് കാത്തിരിക്കുകയാണ് പ്രദേശവാസികൾ. ചെങ്ങന്നൂർ നഗരസഭയുടെ 5-7 വാർഡുകളിലൂടെ കടന്നുപോകുന്ന റോഡാണ് കുറ്റിക്കാട്ടുപടി ഇടനാട് റോഡ്. വർഷങ്ങളായി ഈ റോഡ് തകർന്നു കിടക്കുകയാണ്. നിരവധി പരാതികൾ അധികൃതർക്ക് നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. ഞങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്ന രീതിയിലാണ് 5 വർഷമായിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ഈ അധികാരികൾ കാലാകാലങ്ങളിൽ ബോർഡ് വെക്കും. 15 കോടി 20 കോടി, കൊടിക്കുന്ന് സുരേഷിൻ്റെ 15, കൈച്ചെറിയാൻ്റെ 20. ഇത് ബോർഡ് വെക്കുന്നതല്ല, അത് ബോർഡല്ലാതെ സാധാരണ ഇവ മരിച്ചവരുടെ ബോർഡ് വെച്ചിട്ട് 3-ാമത്തെ ദിവസം എടുത്തുകൊണ്ട് പോകുന്നതിനെ അതിനേക്കാട്ടിലപ്പുറത്തോട്ടുള്ള ഒരു കാര്യവും ഇവിടെ നടക്കുന്നില്ല. ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ മനസ്സിലാക്കി അതിനെത്രയും പെട്ടെന്ന് ഇത് ടെൻഡറായെന്ന് പറയുന്നു. അത് ചെയ്ത് തരുന്നത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ അനുയോജ്യമായിരിക്കും. ഇപ്പം അതും പ്രത്യേകിച്ച് വീണ്ടും മഴ കാലഘട്ടങ്ങൾ വീണ്ടും വരുന്നു. ഏറ്റവും കൂടുതൽ വെള്ളം കെട്ടിക്കിടക്കുന്നതും ഏറ്റവും കൂടുതൽ വരട്ടാറ്റിൽ നിന്നുള്ള ഒഴുക്ക് വന്ന് ചെയ്യുന്ന ഒരു സ്ഥലവും കൂടാണ് ഇതിനകത്ത്. ഏകദേശം 2.5 കിലോമീറ്റർ ദൂരം വരുന്ന ഈ റോഡ് മണ്ണിട്ടുയർത്തി BMBTCയിൽ ടാർ ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നുവെങ്കിലും യാതൊരു നടപടിയും നാളിതുവരെ ഉണ്ടായിട്ടില്ല. മാറി മാറി വരുന്ന സർക്കാരും ജനപ്രതിനിധികളും റോഡിന് തുകവകയിലെത്തിയിട്ടുണ്ടെന്നും പറയുന്നതല്ലാതെ യാതൊരു പണിയും ഇവിടെ നടന്നിട്ടുമില്ലെന്ന ആരോപണമുണ്ട്. 1.5 കോടി രൂപ വീതം 2 തവണ റോഡിന്റെ പുനരുദ്ധാരണത്തിനായി അനുവദിച്ചിട്ടുണ്ടെന്ന് MPയും മന്ത്രിയും പറയുന്നത് ഫ്ലെക്സിൽ മാത്രമായി ഒതുങ്ങിയിരിക്കുകയാണ്. ജനങ്ങളുടെ നികുതിപ്പണം വാങ്ങുന്ന സർക്കാർ തങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചിരിക്കുകയാണെന്നും റോഡിന്റെ പണികൾ എത്രയും വേഗം പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കണമെന്നും പ്രദേശവാസി കൂടിയ മാത്യു വർഗീസ് പറയുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ബൈപ്പാസ് എന്ന പ്രഖ്യാപനവും ഈ റോഡിനുണ്ടായിരുന്നു. ചെങ്ങന്നൂർ കല്ലിശ്ശേരിയിൽ നിന്ന് വാഹനങ്ങൾ ഇതുവഴി കടന്ന് ഇടനാട്, ചെങ്ങന്നൂർ ടൗൺ, കോഴഞ്ചേരി എന്നീ ഭാഗങ്ങളിലേക്ക് പോകാവുന്ന വഴിയായി വിഭാവനം ചെയ്തിരുന്നു. പിന്നീട് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. റോഡ് തകർന്നു കിടക്കുന്നതിനാൽ ഓട്ടം വിളിച്ചാൽ തങ്ങളുടെ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കും എന്ന കാരണം പറഞ്ഞു ഒരു ടാക്സി വാഹനങ്ങൾ പോലും വരില്ലെന്നും ഇതുമൂലം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു. KSRTC ബസ് ഉൾപ്പെടെ നിരവധി ബസ് സർവീസുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അതെല്ലാം നിലച്ചിരിക്കുകയാണ്. എത്രയും വേഗം റോഡ് പണി പൂർത്തീകരിച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ഓട്ടോറിക്ഷ ഡ്രൈവറായ സന്തോഷും പറയുന്നു. ഈ പ്രദേശത്തെ ഈ കുറ്റിക്കാട്ടുപടി എന്ന് പറയുന്ന ഭാഗത്തു നിന്നും ചപ്പാത്ത് റോഡാണ് ശരിക്കും ഈ ഭാഗം കാണുന്ന ഈ റോഡ്. ഇത് ഈ റോഡ് തകർന്ന തരിപ്പണമായതിനു ശേഷം നിരവധി നിവേദനങ്ങൾ മന്ത്രിതലത്തിൽ മറ്റുള്ള ഇതിൻ്റെ ഉദ്യോഗസ്ഥരുമായിട്ട് ഏർപ്പെട്ട് ഇത് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു നോക്കിയതാണ്. പക്ഷേ നാളിതുവരെ ഇതിന് വേണ്ട നടപടികൾ കൃത്യമായിട്ട് നടന്നിട്ടില്ല. മാത്രമല്ല ഇത് ഒരു പ്രാവശ്യം കൊണ്ട് 1.5 കോടി രൂപ മറ്റോ അനുവദിച്ച് ഇവിടെ ഫ്ലെക്സൊക്കെ അടിച്ച്, അതായത് പാർട്ടിയുടെ ആൾക്കാർ ഇവിടെ ആഘോഷമായിട്ട് കൊണ്ടു നടന്നൊക്കെ ചെയ്തതാണ്. അത് ലാപ്സായി പോയെന്ന് അറിഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും രണ്ടാമതും ഇതുകൊണ്ട് 1.5 കോടിയും അതിൻ്റെ എമൗണ്ട് അടിച്ച് ഫ്ലെക്സൊക്കെ വെച്ച് അതിലും ഒരു നടപടി ഇതുവരെ ആയിട്ടില്ല. ഇപ്പോൾ ഏതാണ്ട് പറയുന്നുണ്ട് വീണ്ടും ഇത് ഉടനെ തന്നെ ചെയ്യും. അതിനുവേണ്ടി ഇവിടെ പൈപ്പ് ലൈനിൻ്റെ ഒരു ഭാഗം കൊണ്ട് ഒന്നാമതേ ഈ റോഡ് വളരെ മോശമാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ പൈപ്പ് ലൈനിന് കുഴിയെടുത്ത് ഇവിടെ ആകെ നശിപ്പിച്ചിട്ടേക്കുക. നിരവധി ആരാധനാലയങ്ങൾ, അംഗൻവാടി, പ്രൈമറി ഹെൽത്ത് സെന്റർ തുടങ്ങിയവ ഈ റോഡിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട്. പൈപ്പ് ലൈൻ സ്ഥാപിക്കാനെടുത്ത കുഴികളിൽ വാഹനങ്ങൾ താഴ്ന്നു പോകുന്ന അവസ്ഥയുമുണ്ട് ഇവിടെ. കൂടാതെ ഇവിടെ പ്രവർത്തിക്കുന്ന അംഗൻവാടിയുടെ മതിൽ ഏത് സമയവും നിലം പൊത്തി അപകടങ്ങൾ സംഭവിക്കാവുന്ന അവസ്ഥയിലുമാണ്. അംഗൻവാടിയിലേക്ക് കുഞ്ഞുങ്ങളെ വിടാൻ ഭയമാണ് രക്ഷകർത്താക്കൾക്ക്. ഇതിനെതിരെയും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും അംഗൻവാടി ആയ പറയുന്നു. കുറേ വർഷം, 5 വർഷത്തിൽ കൂടുതൽ, 5-10 വർഷമായി. ഇതുവരെയായിട്ട് ഇത് ഒരു പാർട്ടിക്കാരും ഒരുത്തരും ഒന്നും ചെയ്തിട്ടില്ല. എവിടെയും പറയാം. പിന്നെ ഇവിടെ വെള്ളം ഇറക്കണമെന്ന് കണ്ടിരിക്കുമായിരുന്നു. ഞങ്ങളുടെ അംഗൻവാടിയുടെ മതിലിടിഞ്ഞിട്ട് എല്ലാവരോടും ഞങ്ങൾ പറഞ്ഞു, ആരും ചെയ്തിട്ടില്ല. ഇപ്പോൾ സ്പീക്കർ കൊണ്ട് ഞങ്ങളുടെ മുനിസിപ്പാലിറ്റി സെക്രട്ടറിക്ക് കൊടുത്തു, അതും കൊള്ളില്ല. ഇന്നലെ ഒരാൾ വന്ന് ഇത് ഫേസ്ബുക്കിൽ ഇടുന്നപ്പോൾ എടുത്തു, അവൻ ഇട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങളത് പറയുമായിരുന്നു. പിള്ളേരുടെ തലയിൽ ഇത് വീണ് കഴിഞ്ഞിട്ട് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല.
കൂടാതെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശവും ഇവിടെയുണ്ട്. കുടിവെള്ളത്തിന് പൊതുട്ടാപ്പുകൾ നിരത്തിയിട്ടുണ്ടെങ്കിലും ഒരു തുള്ളി വെള്ളം പോലും ഇവിടെ എത്താറില്ല. പുതുതായി നിർമ്മിക്കുന്ന പൈപ്പ് ലൈൻ നിർമ്മാണം ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഇതുമൂലം റോഡ് പുനർനിർമ്മിക്കാൻ കാലതാമസം നേരിടുമെന്നാണ് കരുതുന്നത്. എത്രയും വേഗം ഈ പണികൾ പൂർത്തീകരിച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കി ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.